ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വെള്ളി ആഭരണങ്ങളൊക്കെ നന്നായിട്ട് കറുത്ത് പോകുന്ന സമയത്ത് നമ്മൾ കടയിലൊക്കെ കൊടുത്തിട്ട് അതൊന്ന് വെളുപ്പിക്കാറുണ്ടല്ലേ. അപ്പോൾ ഇനി അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ നല്ല പുതിയതുപോലെ ആക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു കൊലുസും അരിഞ്ഞാണവും നന്നായിട്ട് കറുത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നല്ല പുതിയതുപോലെ ആക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ചിരട്ട മാത്രം മതിയാകും കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഒരു ചിരട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ തേങ്ങ തിരുമിയതിന് ശേഷം പറ്റിപ്പിടിച്ചിരിക്കുന്ന തേങ്ങാപ്പീരയൊക്കെ നന്നായിട്ടൊന്ന് ചുരണ്ടി കളയുക. ശേഷം ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു കഷ്ണം പുളിയാണ് എടുത്തിരിക്കുന്നത്. പുളി എന്ന് പറയുമ്പം നമ്മൾ കുടംപുളിയൊന്നും എടുക്കാനായിട്ട് പാടില്ല. വാളംപുളി തന്നെ എടുത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഒരു ജോഡി കൊലുസും ഒരു അരിഞ്ഞാണവുമാണ് എടുത്തിരിക്കുന്നത്. അതിന് ഞാൻ ഇത്രയും പുളിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിരുമ്മി കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ആ കൊലുസും അരിഞ്ഞാണവും കൂടെ ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഇതിട്ട് കൊടുത്തതിന് ശേഷം കൈ കൊണ്ടിട്ട് നന്നായിട്ട് ആ പൊളിയായിട്ടൊന്ന് നെവിടി യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് തിരുമ്മിയെടുക്കുക. അപ്പം ഇങ്ങനെ തിരുമ്മിയെടുക്കുന്ന സമയത്ത് തന്നെ ആ കൊലുസിൻ്റെ ആ കറുത്ത കളറൊക്കെ മാറിയിട്ട് ജസ്റ്റ് ഒന്ന് വെളുത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം നന്നായിട്ട് ഒരു 2 സെക്കൻഡ് സമയത്തേക്കെങ്കിലും കൈ കൊണ്ടിട്ട് തന്നെ ഒന്ന് തിരുമ്മിയെടുക്കുക. ഇനി ഇത് നമുക്ക് ഒരു 6 മണിക്കൂർ സമയത്തേക്കൊന്ന് മാറ്റി വെച്ചിരിക്കാം. ഇതുപോലെ അങ്ങ് മാറ്റി വെച്ചിരിക്കാം കേട്ടോ. അപ്പോൾ രാത്രിയിലൊക്കെ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എടുത്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് വളരെയധികം എളുപ്പമായിരിക്കും. പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ നല്ലതുപോലെ പുളിയായിട്ട് തിരുമ്മി യോജിപ്പിച്ചിട്ട് ഇതൊരു 6 മണിക്കൂർ മാറ്റി വെച്ചിരിക്കുമ്പോൾ തന്നെ ഇത് കൊലുസിൻ്റെ ആ കരിയൊക്കെ മാറി അഴുക്കൊക്കെ ചെളിയൊക്കെ പോയിട്ട് നന്നായിട്ട് കൊലുസും അരിഞ്ഞാണും ഒക്കെ നല്ലതുപോലെ വെളുത്തിട്ട് പുതിയതുപോലെ ആയി വരുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് തിരുമ്മിയിട്ട് ജസ്റ്റ് ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ പാത്രം എന്തെങ്കിലും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ പുളി നെവിടി യോജിപ്പിച്ചിട്ട് കൊലുസിട്ടിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ഇതുപോലെ നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അതിൻ്റെ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. അപ്പം നല്ലതുപോലെ തിരുമ്മി ആ കരിയൊക്കെ ജസ്റ്റ് ഒന്ന് ഇളകി വന്നിട്ടുണ്ട്. ഇനി ശേഷം ഇതൊന്ന് 6 മണിക്കൂർ സമയത്തേക്ക് ഞാൻ ഇതുപോലെ അങ്ങ് മാറ്റി വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു 6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം കണ്ടതിൽ വെച്ചിട്ട് ആ കൊലുസിൻ്റെ ആ ഒരു നിറവ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് നന്നായിട്ട് വെളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെളുത്ത് അതിൻ്റെ ചെളിയൊക്കെ മാറിയിട്ട് ആ കരി പിടിച്ച കളറൊക്കെ മാറിയിട്ട് നല്ല പുതിയതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് അധികം പഴക്കമുള്ള കൊലുസ് അരിഞ്ഞാണമാണ്. ഞാൻ കുറച്ച് ദിവസം യൂസ് ചെയ്യാതെ മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ ആവശ്യമെങ്കിൽ മാത്രം ഇതുപോലെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു പഴയ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ചെയ്തു കൊടുത്താലും മതി. ആദ്യം ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ കരി പിടിച്ചിരുന്നത് കൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കുന്നത്. ഈ ഒരു പേസ്റ്റിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാമ്പു എടുത്തു കൊടുക്കാവുന്നതാണ്. നമുക്ക് ₹1 ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പു ഒക്കെ കിട്ടുമല്ലോ, അതിൽ നിന്ന് കുറച്ച് എടുത്തു കൊടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡയും നാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. എന്നാലും ഇതൊന്ന് കുറച്ചും കൂടെ ഒന്ന് വെളുപ്പിക്കാനായിട്ട് ഞാനിങ്ങനെ ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ കണ്ടോ അതിൻ്റെ ചെളിയൊക്കെ നന്നായിട്ട് പോയിട്ട് നല്ല അടിപൊളിയായിട്ടായി കിട്ടിയിട്ടുണ്ട്. ഇത് ഒരുപാട് സമയമൊന്നും ഞാൻ ചെയ്ത് കൊടുത്തില്ല. ജസ്റ്റ് ഒരു 2 സെക്കൻഡ് മാത്രമാണ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടൊന്ന് കഴുകി കാണിക്കാം. അപ്പോൾ എത്രത്തോളം ആ കൊലുസും അരിഞ്ഞാണും ഒക്കെ വെളുത്ത് വന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നല്ലതുപോലെ കൊലുസ് അരിഞ്ഞാണൊക്കെ നല്ലതുപോലെ വെളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്കൂൾ അടപ്പ് സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കളിച്ചിട്ടുണ്ടാവും. അപ്പോൾ കൊലുസിലൊക്കെ നല്ലതുപോലെ ചെളി പിടിച്ചിട്ട് നിറമൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി സ്കൂൾ തുറക്കാറാവുന്ന സമയത്ത് നിങ്ങൾ ഇട്ട് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചിരട്ടയിൽ പുളി തിരുമ്മി ഒന്ന് മാറ്റി വെച്ചിരുന്നാലും മതി. പിന്നെ നമുക്ക് ഇതുപോലെ കഴുകിയെടുത്ത് കഴിയുമ്പോൾ നല്ലതുപോലെ വെളുത്ത് സൂപ്പറായിട്ട് ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ കണ്ടോ ഈ കൊലുസിൻ്റെ മാറ്റം എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. ജസ്റ്റ് ഞാനിതൊന്ന് കഴുകിയിട്ടും കൂടെ കാണിക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഇവിടെ ഫൈനൽ റിസൾട്ട് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം കണ്ടതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആ റിസൾട്ട് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.